ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പുസ്തകത്തിലെ 2ാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന പാഠം ഒന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് മക്കളെ പൂവ് ചിരിക്കുന്നത്? പൂവ് വിടരുന്നതിനെയാണ് പൂവ് ചിരിച്ചു എന്ന് ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. മഴ മാറി, കുരുവി കുരുവി ഇതിലേ വാ. ആരാ വിളിക്കുന്നത് കുരുവിയെ? ഈ ചിത്രത്തിൽ കാണുന്ന ചെടിയാണ് കുരുവിയെ വിളിക്കുന്നത്. എന്തിനാണ് കുരുവിയെ വിളിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. എന്തിനാണ് ഈ പൂക്കൾക്കെല്ലാം നല്ല ഭംഗിയുള്ള നിറങ്ങൾ നൽകിയിരിക്കുന്നത്? അതെ, കുരുവികൾക്കും പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കും തേനീച്ചകൾക്കും തുമ്പികൾക്കും തേൻ കുടിക്കാനാണ്. അവർക്ക് വേഗം പൂവിനെ കണ്ടെത്താനാണ് ഇങ്ങനെ ഭംഗിയുള്ള നിറങ്ങൾ പൂക്കൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും എത്രയെത്ര പൂക്കളുണ്ടല്ലേ! എത്രയെത്ര ഇതളുകളുള്ള എത്രയെത്ര നിറങ്ങളുള്ള പൂക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു ഇതളുള്ള പൂക്കൾ, 2 ഇതളുള്ള പൂക്കൾ, 3 ഇതളുള്ള പൂക്കൾ, 5 ഇതളുള്ള പൂക്കൾ, അങ്ങനെ പോയി ഒരു കൂട്ടം ഇതളുകളുള്ള പൂക്കൾ വരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു താറാവ് വെള്ളത്തിലൂടെ നീന്തി വരുന്നു. പറന്നു വന്നു, കുരുവി പാറി വന്നു, തേൻ കുടിച്ചു, കുരുവി തേൻ കുടിച്ചു, ചിരിച്ചു നിന്നു, പൂവ് ചിരിച്ചു നിന്നു, താറാവ് നോക്കി നിന്നു, താറാവ് ചിരിച്ചു നിന്നു. ഇതാണ് ആ വരികളിൽ എഴുതേണ്ടത്. പിന്നീട് താറാവ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ? ഇതാണ് താറാവ് പറയുന്നത്. കൂട്ടുകാരെ, താറാവ് സാധാരണയായി പൂക്കളിലെ തേൻ കുടിക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നിറം കൊടുക്കാമോ? കാക്കപ്പൂവിന് കാക്ക നിറമാണോ? ഇതാരാണ് ചോദിക്കുന്നത്? ഉറുമ്പ് ചോദിക്കുകയാണ്, കാക്കപ്പൂവിന് കാക്ക നിറമാണോ? അതായത് കാക്കയുടെ കറുത്ത നിറമാണോ കാക്കപ്പൂവിന് എന്ന്. അപ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ്? കാക്കപ്പൂവിന് നീല നിറമാണേ. ആ വിട്ട ഭാഗത്ത് എഴുതേണ്ടത് എന്താണ്? നീല എന്നാണ് കേട്ടോ. ചിത്രത്തിന് നിറവും നൽകണേ. ഇനി നമുക്ക് അടുത്ത പേജിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? അതെ, വവ്വാൽ വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാൻ വരുന്നു. പിന്നെ കുറേ പൂക്കളും കാണാം. അണ്ണാൻ മരത്തിൽ ഇരിക്കുന്നതും കാണാം അല്ലേ? ഇപ്പോൾ ഈ ചിത്രം ഒരു ഭംഗിയുമില്ലല്ലോ. നിങ്ങൾ ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കുമല്ലോ. തേൻ കുടിക്കാൻ നീ വരുമോ? തേൻ കുടിക്കാൻ നീ വരുന്നോ എന്ന് ആരാണ് ചോദിക്കുന്നത്? കാക്കപ്പൂവാണ് ചോദിക്കുന്നത്. കാക്കപ്പൂവിന് നീല നിറമാണല്ലേ കൊടുക്കേണ്ടത്. എല്ലാവരും കാക്കപ്പൂവിന് നീല നിറവും താമരപ്പൂവിനും തെച്ചിപ്പൂവിനും അതതിൻ്റെ നിറവും നൽകേണ്ടതാണ്. നിറം നൽകുമ്പോൾ നമ്മൾ വരയുടെ പുറത്തു പോകാതെ ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മളുടെ ചിത്രം വൃത്തിയായി ഭംഗിയായി കാണാൻ പറ്റൂ. തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിലേതാണ്. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ 1, 3 ക്ലാസ്സുകളിലെ മാറിയ പുതിയ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും. താങ്ക് യു.